എൻ്റെ കുട്ടിനോട് മൊബൈൽ ഉപയോഗിക്കരുതെന്ന് പറയാൻ കഴിയണില്ല. അവൻ ആത്മഹത്യാ ഭീഷണി മുഴക്കാണ്. അതുപോലെ വിവാഹത്തിന് പ്രായമായിട്ട് കുട്ടികൾ കല്യാണം കഴിക്കാൻ തയ്യാറാകണില്ല. എന്താണ് അവരോട് പറയുക? അതുപോലെ എൻ്റെ ഭാര്യ പിന്നെ ഇവിടെ ഒറ്റക്കാക്കി ഞാൻ ഗൾഫിൽ നിൽക്കുമ്പോൾ എനിക്ക് യാതൊരു സമാധാനവും കിട്ടണില്ല. അതേപോലെ തന്നെ ഭാര്യയ്ക്ക് ഭർത്താവിനെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ ഒരു സമാധാനവും കിട്ടുന്നില്ല. മക്കൾക്ക് രക്ഷിതാക്കളെക്കുറിച്ച് യാതൊരു മതിപ്പുമില്ല. രക്ഷിതാക്കൾക്ക് മക്കളെ സംബന്ധിച്ച് വല്ലാത്ത ആദിയാണ്. എന്ത് ചെയ്യും? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഞാൻ പൊതുവായിട്ട് എല്ലാവരോടും കൂടി സംസാരിക്കുകയാണെങ്കിലും സവിശേഷമായി ഞാൻ മുന്നിൽ കാണുന്നത് നമ്മുടെ ഈരാറ്റുപേട്ടയിലെ നമ്മുടെ സുഹൃത്തുക്കളോടാണ്, സഹോദരങ്ങളോടാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈരാറ്റുപേട്ട സന്ദർശിച്ചിരുന്നു. അന്ന് അവിടെയുള്ള ഈരാറ്റുപേട്ടയിലെ മിക്കവാറും പള്ളികളുടെ ഭാരവാഹികൾ, അതുപോലെ തന്നെ ഖത്തീബുമാർ, അവിടെയുള്ള പ്രധാനപ്പെട്ട സംഘടനകളുടെ ഭാരവാഹികൾ, ഇവരൊക്കെ ആയിട്ടൊരു ടേബിൾ ടോക്ക് സംഘടിപ്പിച്ചിരുന്നു. ആ ടേബിൾ ടോക്ക് സംഘടിപ്പിക്കാനുണ്ടായൊരു കാരണമെന്ന് പറയുന്നത്, ഈ വരുന്ന മെയ് 14 വ്യാഴാഴ്ച ഇൻഷാ അല്ലാഹ് ഒരു 4:30 മുതൽ 9:30 വരെയുള്ള സമയത്ത് ഡയലോഗ് എന്ന പേരിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പോഷക ഘടകമായ വിസ്ഡം യൂത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു സവിശേഷമായ പ്രോഗ്രാം ഇൻഷാ അല്ലാഹ് അവിടെ വെച്ച് ഈരാറ്റുപേട്ടയിൽ വെച്ചുകൊണ്ട് സംഘടിപ്പിക്കാനിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിക്കൊണ്ടാണ് അവിടെ ഒരു ടേബിൾ ടോക്ക് സംഘടിപ്പിച്ചത്. ഇതിൻ്റെ ഒരു അജണ്ടയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡിസ്കഷനായിരുന്നു അവിടെ ഉദ്ദേശിച്ചിരുന്നത്. അൽഹംദുലില്ലാഹ് നല്ല കൃത്യസമയത്ത് എല്ലാവരും എത്തി. വളരെ സന്തോഷകരമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു അത്. അപ്പോൾ ഈ ലിബറൽ സംസ്കാരം എങ്ങനെയാണ് ഇന്ന് സമുദായത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന ഒരു ആശയമായിരുന്നു അവിടെ ചർച്ചയ്ക്ക് വെച്ചിരുന്നത്. അപ്പോൾ ആ ചർച്ചയുടെ ഒരു ആമുഖം ഞാൻ സംസാരിച്ചതിന് ശേഷം എല്ലാവരും അതിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ പ്രസക്തമായ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ആകത്തുക എന്ന് പറയുന്നത്, നമ്മുടെ സമൂഹം മാറിയിരിക്കുന്നു, നമ്മുടെ സമുദായം മാറിയിരിക്കുന്നു, നമ്മുടെ പുതിയ തലമുറ മാറിയിരിക്കുന്നു. അതായത് ഒരു മതനിരാസത്തിലേക്ക്, മതനിഷേധത്തിലേക്ക് മെല്ലെ മെല്ലെ പുതിയ തലമുറ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നേർക്ക് നേരെ മതനിരാസത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം അത് ഒരു ലിബറലിസത്തിൻ്റെ തോളിൽ കൈയിട്ട് ആണ് അതിലേക്ക് സമൂഹത്തെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു ആശയത്തിലാണ് എല്ലാവരും സംസാരങ്ങൾ കൺക്ലൂഡ് ചെയ്തത്. പക്ഷെ എല്ലാവരും നിരാശയോടുകൂടി പറഞ്ഞൊരു കാര്യം, എന്താണ് ഇതിന് പരിഹാരം എന്നതാണ്. അപ്പോൾ ആ പരിഹാരം യഥാർത്ഥത്തിൽ ഉണ്ട്, പരിഹാരം നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണമെന്ന് മാത്രം. പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ, 2 കാഴ്ചപ്പാടാണ് സമൂഹത്തിലുള്ളത്. ഒന്ന്, നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് ഒരു ലിബറൽ വേൾഡ് ഓർഡറിലുള്ള ചിന്തയാണ്. അതായത് ജീവിതം ഇവിടെ മാത്രമേ ഉള്ളൂ, ഇനി ഇതിന് ശേഷം ജീവിതമില്ല. അതുകൊണ്ട് എനിക്ക് അനുഭവിക്കേണ്ടതെല്ലാം ഈ ലോകത്ത് നിന്ന് അനുഭവിക്കണം. എനിക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം ഇവിടെ നിന്ന് നേടണം. എനിക്ക് ആരോടെല്ലാം പ്രതികാരമുണ്ടോ അതെല്ലാം ഇവിടെ നിന്ന് തീർക്കണം. അങ്ങനെ എല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കും എന്ന ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടുള്ള ഒരു ജീവിത രീതിയാണ്. അതാണ് ഒരു ലിബറൽ വേൾഡ് ഓർഡർ എന്ന് പറയുന്നത്. മറ്റൊരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്, ജീവിതം എന്ന് പറഞ്ഞാൽ ഇവിടെ എൻഡ് ആവുന്നതല്ല. ഇവിടെ എപ്പോഴാണോ നമ്മൾ മരിക്കുന്നത്, ആ മരണത്തിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ജീവിതം നമുക്ക് ആരംഭിക്കുന്നത്. വല്ലാഹിറത്തു ഖൈറും വാബക്ക, ഏറ്റവും നല്ലതും എന്നും ബാക്കിയാകുന്നത് പരലോകമാണെന്നുള്ളതാണ്. അപ്പോൾ ആ പരലോകം മുന്നിൽ കണ്ടുകൊണ്ട് അതാണ് യഥാർത്ഥ ജീവിതം എന്ന് മനസ്സിലാക്കി, ഈ ജീവിതം അതിലേക്കുള്ള ഒരു പ്രവേശികയാണ്, ഒരു പരീക്ഷണാലയമാണ്, അതിലേക്കുള്ള പാഥേയം ഒരുക്കുവാനുള്ള ഒരു സ്ഥലമാണ് ഇത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ജീവിത വീക്ഷണം. ഇതാണ് ശരിയായ ഒരു മതപരമായ ജീവിത വീക്ഷണം എന്ന് പറയുന്നത്. ഈ 2 ജീവിത കാഴ്ചപ്പാടുകളാണ് സമൂഹത്തിലുള്ളത്. ഇന്നത്തെ മുസ്ലിം സമുദായത്തിൽ വളർന്നു വരുന്ന ആളുകളുടെ ഒരു രീതി എന്ന് പറയുന്നത് ഇത് രണ്ടുമല്ല എന്നുള്ളതാണ്. അതായത് അവർ പരലോകമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ജീവിത വീക്ഷണത്തിലേക്ക് പൂർണ്ണമായി നിൽക്കുന്നില്ല. എന്നാൽ ഈ ലോകമാണ്, ഇതോടുകൂടി അവസാനിക്കുന്നു എന്നതും പൂർണ്ണമായി അംഗീകരിക്കുക. അതിന് 2ൻ്റെയും മിക്സഡ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഹൈവേയിലൂടെ തിരുവനന്തപുരത്തേക്ക് വണ്ടി ഓടിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് കുറേ തിരുവനന്തപുരത്തേക്ക് പോകണം തോന്നും, വേറെ കുറേ ഇങ്ങോട്ട് കോഴിക്കോട്ടേക്ക് ഇങ്ങോട്ടും പോരണം തോന്നിയാൽ എങ്ങനെ ഉണ്ടാവും? കുറേ തിരുവനന്തപുരത്തേക്ക് വണ്ടി ഓടിക്കും, പിന്നെ കോഴിക്കോട്ടേക്ക് ഇങ്ങോട്ട് തന്നെ ഓടിക്കും, പിന്നെ അങ്ങോട്ട് തന്നെ ഓടിക്കും, രണ്ടിടത്തേക്ക് എത്താത്തൊരവസ്ഥയാണ് ഉണ്ടാവുക. ഇതേപോലെയാണെന്ത്, നമ്മൾ ഒരു ലിബറൽ വേൾഡ് ഓർഡറിലാണ് ചിന്തിക്കുന്നത് എങ്കിൽ നമുക്ക് മതത്തിൻ്റെ ഒരു നിയമവും നമ്മൾ നോക്കേണ്ടതില്ല. പിന്നെ വെറുതെ പള്ളിയിൽ പോകേണ്ട കാര്യമില്ല, അതുപോലെ തന്നെ മതപരമായ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. അത് അതിനനുസരിച്ച് ജീവിക്കുക.
അപ്പോൾ അതിന് ഉണ്ടാകുന്ന ഡാമേജൊക്കെ കൂടെ ഉണ്ടാവും. അതല്ല ശരിക്കും പരലോകം മുന്നിൽ വെച്ചാണ് ജീവിക്കുന്നതെങ്കിൽ ശരിക്കും മതപരമായ ചിട്ടകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക. ഇത് രണ്ടിൻ്റെ കൺഫ്യൂഷനാണ്. ഇവിടെ കൃത്യമായിട്ട് മരണത്തോടെ എല്ലാം അവസാനിക്കുമെങ്കിൽ എന്തിനാണ് നമ്മളിവിടെ വന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ ചോദ്യമാണ് ഇപ്രാവശ്യം ഡയലോഗ് പ്രോഗ്രാമിൻ്റെ ഒരു ക്യാപ്ഷനായിട്ട് വിസ്ഡം യൂത്ത് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് ആ പ്രോഗ്രാമാണ് ഇൻഷാ അല്ലാഹ് മെയ് 14 വ്യാഴാഴ്ച ഈരാറ്റുപേട്ടയിൽ വെച്ച് നടക്കുന്നത്. അതുകൊണ്ട് ഈരാറ്റുപേട്ടക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ കുട്ടികളെ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഭാര്യമാരെ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഭർത്താക്കന്മാരെ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ, അത് എപ്പോഴും നമ്മൾ സങ്കടത്തോടു കൂടി ആലോചിക്കുന്നു. എൻ്റെ കുട്ടിനോട് മൊബൈൽ ഉപയോഗിക്കരുതെന്ന് പറയാൻ കഴിയുന്നില്ല, അവൻ ആത്മഹത്യാ ഭീഷണി മുഴക്കുകയാണ്. അതുപോലെ വിവാഹത്തിന് പ്രായമായിട്ട് കുട്ടികൾ കല്യാണം കഴിക്കാൻ തയ്യാറാകണില്ല, എന്താണ് അവരോട് പറയുക? അതുപോലെ എൻ്റെ ഭാര്യ ഇവിടെ ഒറ്റക്കാക്കി ഞാൻ ഗൾഫിൽ നിൽക്കുമ്പോൾ എനിക്ക് യാതൊരു സമാധാനവും കിട്ടണില്ല. അതേപോലെ തന്നെ ഭാര്യയ്ക്ക് ഭർത്താവിനെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ ഒരു സമാധാനവും കിട്ടുന്നില്ല. മക്കൾക്ക് രക്ഷിതാക്കളെക്കുറിച്ച് യാതൊരു മതിപ്പുമില്ല. രക്ഷിതാക്കൾക്ക് മക്കളെ സംബന്ധിച്ച് വല്ലാത്ത ആദിയാണ്. എന്ത് ചെയ്യും? എവിടെ നോക്കിയാലും ഒരു വല്ലാത്ത അരക്ഷിതാവസ്ഥയാണ്. ഈ സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങളെ കുടുംബസമേതം മക്കളെയും കൂട്ടി ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അള്ളാഹു സഹായിക്കുകയാണെങ്കിൽ കൃത്യമായൊരു കാഴ്ചപ്പാട് അവർക്ക് പകർന്നു കൊടുക്കാൻ ഈ പ്രോഗ്രാമിലൂടെ കഴിയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ, നിങ്ങൾ കുടുംബസമേതം നിങ്ങളുടെ സുഹൃത്തുക്കളെയും കുടുംബങ്ങളെയും നാട്ടുകാരെയും എല്ലാവരും ഇതിലേക്ക്, ഇത് ഒരു പക്ഷപാതിത്വം മാറ്റി നിർത്തി ഇത് നമ്മുടെ പരലോകത്തേക്കുള്ള ജീവിത വീക്ഷണം സെറ്റ് ചെയ്യാൻ കിട്ടിയ നല്ലൊരു അവസരമാണെന്ന് മനസ്സിലാക്കി ഈ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേരണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.